ഹലോ നിങ്ങളൊരു പഴയ യൂണിഫോം ഉപയോഗിക്കുന്ന ആളാണ്. ₹1 പോലും ചിലവില്ലാതെ നിങ്ങളെ ഡാമേജ് ആയ റൂഫ് എ സി വെൻ്റ് എങ്ങനെ ശരിയാക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ തന്നെ പരിചയപ്പെടാം. ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നോവയിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്ന റൂഫ് എ സി വെന്റ്. ഇത് നോർമലി നമുക്ക് ചില വാഹനങ്ങൾ നമുക്ക് ക്ലിപ്പിംഗ് ആണ്, അതിങ്ങനെ പുള്ള് ചെയ്താൽ വരും. പക്ഷെ ഇതിന് അങ്ങനെ സാധിക്കില്ല. ഇതിന് അവർ 2 സ്ക്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയൽ ഈ 2 പോർഷനിൽ 2 സ്ക്രൂ, അതിന്റെ ചുറ്റും ഒരു മെറ്റൽ ബ്രാക്കറ്റും വരും. അത് 2 റിമൂവ് ചെയ്താൽ മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ എ സി വെന്റിന്റെ മെയിൻ പ്രശ്നം ഇപ്പൊ ഈ എ സി വെന്റിന്റെ ഈ ഫ്ലാപ്പ് ഒന്നും അറേഞ്ച്ഡ് ഈ ഫ്ലാപ്പ് ഇപ്പൊ ഇതാണ്, അതിലൊരു ലിവർ പോലെ ആക്ട് ആവുന്നത്. അപ്പൊ ഇതില് നോർമലി ഓക്കെ എ സി വെന്റ് ആണെങ്കിൽ ഈ ലിവർ നമ്മളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഈ ഫ്ലാപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. പക്ഷെ ഇതില് ഈ ലിവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ലിവർ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ ഫ്ലാപ്പ് ഐഡിയലായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് ഫ്ലാപ്പും മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലാപ്പ് ഒന്നും അനക്കമില്ല. അടുത്തെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഇരിക്കുന്നത്. ചില സമയം ഇങ്ങനെ ഉറക്കാവുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഇങ്ങനെ ഈ എല്ലാ ഫ്ലാപ്പും ഒരേ ഡയറക്ഷനിൽ ഉറക്കിക്കുന്ന ഒരു പാർട്ടാണ് ഈ ബാക്ക് സൈഡിൽ വന്ന ഈ കറുപ്പ് കളറിൽ വരുന്ന ഈ ഒരു റോഡ് പോലെ വരുന്ന സാധനം. ഇത് എല്ലാ ഫ്ലാപ്പുമായിട്ട് ഇന്റർ കണക്ട് ആണ്. അപ്പോൾ ഇത് ഡാമേജ് ആയത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഡാമേജ് ആയതുകൊണ്ടാണ് ഈ വെന്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ആവാത്തത്, എയർ ഫ്ലോ കറക്റ്റ് ആയിട്ട് വരാത്തത്. അപ്പോൾ ഈ കംപ്ലൈന്റ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഈ എ സി വെന്റ് അസംബ്ലി ഫുൾ ആയിട്ട് തന്നെ വേണം. ഇതിനൊരു ₹1600 വിലയുണ്ട്. അപ്പോൾ ഇത് ഈ ബാക്കിൽ വരുന്ന ഈ അറ്റാച്ച്മെന്റ് പൊട്ടിയത് കൊണ്ടാണ് ഇത് വർക്ക് ആവാതിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വെന്റ് ഡിസ്മാൻഡിൽ ചെയ്യുന്ന പ്രോസസ്സിലാണ്. നമ്മൾ ഈ വാഹനത്തിൽ വെന്റ് ഫുള്ളായിട്ടാണ് റിമൂവ് ചെയ്തെടുത്തത്. നമുക്ക് റൂഫ് റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വെന്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുത്തത്. പക്ഷേ നമുക്ക് വാഹനത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആ സെൻറ്റർ പീസ് മാത്രം ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റൂഫ് ഇറക്കേണ്ട ആവശ്യമില്ല. ആ സെൻറ്റർ പീസ് മാത്രം റിമൂവ് ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ നമ്മളൊരു മൈനസ് ഉപയോഗിച്ച് പതുക്കെ തിക്കിയെടുത്താൽ അത് പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെ നമ്മൾ വെന്റ് റിമൂവ് ചെയ്തെടുത്തിരിക്കുകയാണ്. വെന്റ് അതിൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിന് ഈ ബ്ലാക്ക് സ്ട്രിപ്പ് ഇത് ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പോർഷൻ കൂടെ നമുക്ക് അഴിക്കണം, എന്നാലേ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോർഷൻ കൂടെ നമുക്ക് അഴിക്കാം. നമ്മളിത് ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോരോ വെൻസ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ സ്ട്രിപ്പ് ഡാമേജ് കണ്ടീഷനിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിനെ വേറൊരു സ്ട്രിപ്പ് നമുക്ക് പ്ലാസ്റ്റിക്കിൽ കട്ട് ചെയ്ത് ഈ ഷേപ്പിലേക്ക് ഫോം ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എത്ര ഫ്ലാപ്പ് ഉണ്ടെന്നനുസരിച്ച് ഈ സ്ട്രിപ്പ് ഫുള്ളായിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ട്. ഈ ഫ്ലാപ്പിൻ്റെ കൗണ്ട് അനുസരിച്ച് അതിനുള്ള അളവിനുള്ള ഒരു ഡയഗ്രാം വരച്ചിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ആ ഫ്ലാപ്പിന്റെ ഒരു സ്ട്രക്ചർ. ഫ്ലാപ്പിന്റെ പുറകിൽ വരുന്ന ആ ഒരു റോഡിന്റെ ഒരു സ്ട്രക്ചർ. ഇതെല്ലാം ഡാമേജ്ഡ് ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് പിറക്കി അടുക്കിയ ഒരു ലെങ്ത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ വെച്ച് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പീസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഒരു ഇൻസുലേഷൻ ടേപ്പിന്റെ സഹായത്തോടെ ഇതിൻ്റെ ഒരു പേപ്പറിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ പോയിന്റ്സ് മാത്രം ഇത് മാർക്ക് ചെയ്തെടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഷേപ്പ് നമുക്ക് വേറൊരു പ്ലാസ്റ്റിക്കിലോട്ട് മാറ്റിയെടുക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു പാർട്ട് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് പകർത്തിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഷീറ്റിൽ നമ്മൾ ആ ഒരു അളവ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഹോള് മേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. ഹോള് നമുക്കൊരു റൗണ്ട് ചെറിയ ഫയൽ ഉപയോഗിച്ച് നമുക്ക് ആ ഹോള് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ച് ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസിനെ നമ്മൾ ആ ഒരു ചെറിയ ഒരു വെൻറ്റിൻ്റെ ആ ഒരു ചെറിയ പോർഷനിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലാപ്പിൽ വരുന്ന ആ ഒരു പ്രൊജക്ഷൻ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഫുള്ള് ഫിക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ പ്രോപ്പർ ഹോളിൻ്റെ അളവിലേക്ക് ആദ്യം ഹോളിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഹോളിൻ്റെ അളവിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഹോൾ ഇതിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും സമയം ബുദ്ധിമുട്ടി കട്ട് ചെയ്ത ആ ഒരു പീസ് തന്നെ ഡാമേജ് ആവും.
അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഒരു ഹോളിൻ്റെ സൈസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കട്ടിങ്ങിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ ഓരോ ആ ഒരു ഫ്ലാപ്പ് ഇതിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 3 ഫ്ലാപ്പ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതാ ഫുള്ള് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫ്ലാപ്പ് എല്ലാം ഫിക്സ് ചെയ്ത് വെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഇന്നോവയിലെ ട്രൂ ഫേസ്